എല്ലാവർക്കും നമസ്കാരം. ഈ മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതി 2020 ഡിസംബറിലാണ് അധികാരമേറ്റതെന്ന് നമുക്കറിയാം. ഈ 4 വർഷക്കാലം പിന്നിട്ട് 5ാമത്തെ വർഷത്തിലേക്കാണ് പോകുന്നത്. 2025 വികസന 2025 5 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ ഭരണസമിതി അധികാരമേൽക്കുന്ന സമയത്ത് ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. നമ്മുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറ് കടലും കിഴക്ക് പുഴയാണ്. 2 അതിർത്തി വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധികൾ. 7 ഗ്രാമപഞ്ചായത്ത് ഈ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി ജനവിഭാഗങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാം ഉൾപ്പെടുന്ന ഒരു സാധാരണ ജനവിഭാഗങ്ങളാണ് ഇവിടെ മുഴുവൻ പേരും. എന്നാലും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായിട്ടും ഉയർന്ന നിലവാരത്തിലുള്ള ജനവിഭാഗങ്ങളാണ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധിയിൽ അധിവസിക്കുന്നത്. നമ്മുടെ ഡിസംബറിൽ കോവിഡ് മഹാമാരിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ ഭരണസമിതി അധികാരമേൽക്കുന്നത്. ഈ ഭരണസമിതി അധികാരമേറ്റതിന് ശേഷം കോവിഡ് മഹാമാരി ബാധിച്ച ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഓക്സിജൻ സിലിണ്ടറോടുകൂടി ഒരു ആംബുലൻസ് നമ്മൾ തുടക്കം കുറിക്കുകയും ചെയ്തു. പൾസ് ഓക്സിമീറ്റർ നമ്മൾ 7 പഞ്ചായത്തിലും നമ്മൾ വിതരണം ചെയ്തു. അങ്ങനൊരു അഭിമാനത്തോടു കൂടി തന്നെ എടുത്തു പറയാൻ കഴിയുന്നതാണ് നമ്മളുടെ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ എന്ന് വെച്ചാൽ. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ 50 സെൻറ്റ് സ്ഥലം, അതിൽ 2 കെട്ടിടങ്ങൾ, ചുറ്റുമതിൽ, അതിനൊരു സൗന്ദര്യവൽക്കരിച്ചുകൊണ്ടൊരു കുളം, മറ്റ് അനുബന്ധ കാര്യങ്ങളോട് കൂടി നടപ്പാത ടൈൽസ് വിരിച്ചിട്ടുണ്ട്. 2 കെട്ടിടങ്ങളിൽ 15 കുട്ടികൾ നമ്മൾക്ക് അഡ്മിഷൻ കൊടുക്കാൻ കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ആർ ബിന്ദു ആണ് ബഡ്സ് റിഹാബിലിറ്റേഷൻ ഉദ്ഘാടനം നടത്തിയത്. അതിൽ തന്നെ 15 കുട്ടികളുണ്ട്, ഒരു ടീച്ചറുണ്ട്, ആയുണ്ട്. കുട്ടികൾക്ക് വരാനും പോകാനും സൗകര്യം ഒരുക്കുന്ന രീതിയിലേക്ക് വാഹനം സൗകര്യമുണ്ട്. ഭക്ഷണം അടക്കം നമ്മൾ പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് അത് നടപ്പിലാക്കുന്നുണ്ട്. അതിന് CDPO നന്നായിട്ട് അതിനകത്ത് നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമുക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സന്തോഷം കൂടിയാണ്. വന്ന മാറ്റങ്ങൾ, മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സ്വയം പര്യാപ്തമാവുന്ന രീതിയിലേക്ക് കുട്ടികൾ വന്നിട്ടുണ്ട്. അതിലവർ പരിചരിക്കുന്ന അധ്യാപകനും ആയയ്ക്കും അതിൽ നല്ലൊരു പങ്കുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഭരണസമിതി നമ്മൾ ഒരാഗ്രഹം, അവിടെ കുട്ടികളുടെ അമ്മമാർക്ക് കൂടി പരിശീലനം കൊടുത്തുകൊണ്ട് ഒരു സംരംഭം, വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് ഒരു സംരംഭം തുടക്കം കുറിക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടുകൂടി കുട്ടികളുടെ അമ്മമാരെ കുടുംബശ്രീയായി, മതിലകം കുടുംബശ്രീയായി ബന്ധപ്പെട്ടുകൊണ്ട് പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് പരിശീലനം കൊടുത്തു. ആധുനിക രീതിയിലുള്ള തയ്യൽ മെഷീൻ കൊടുത്തു. ഇപ്പോൾ അവരൊരു വരുമാനദായകരായിട്ടുള്ള അമ്മമാർ എന്ന രീതിയിലേക്ക് സംരംഭം തുടക്കം കുറിച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം നമ്മുടെ കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ 2024 ഡിസംബർ 3 ലോക ഭിന്നശേഷി ദിനത്തിൽ ഈ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്ററിന് സംസ്ഥാനത്ത് അവാർഡ്, ബ്ലോക്ക് പഞ്ചായത്തിന് കിട്ടുന്ന സംസ്ഥാനത്തിനുള്ള അവാർഡ് മതിലകം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്ററിന് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയാമെന്ന് വെച്ചാൽ നമ്മുടെ നീന്തൽ പരിശീലന കേന്ദ്രമാണ്. ഏകദേശം 33 സെൻറ്റ് സ്ഥലം, ചുറ്റുമതിൽ ആധുനിക രീതിയിൽ സിൽക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരാറ് കൊടുത്തുകൊണ്ട് ആദ്യഘട്ടത്തിൽ പണി പൂർത്തീകരിച്ചു. അതിനുശേഷം 2020 ശേഷം ഈ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഫണ്ട് വെച്ചുകൊണ്ട് മറ്റ് അനുബന്ധ സൗകര്യങ്ങളടക്കം നമ്മൾ അതിൻ്റെ ചുറ്റുമതിൽ കെട്ടി ടൈൽസ് വിരിച്ചു. മറ്റ് കാര്യങ്ങളും നമ്മളിതോടൊപ്പം ഒരുക്കി. ഏകദേശം 20 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 1.35 മീറ്റർ ആഴവുമുള്ള ആധുനിക രീതിയിൽ നിർമ്മിച്ച നീന്തൽ പരിശീലന കേന്ദ്രത്തിൽ ഓസോൺ ജനറേറ്റർ, വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്, ഡ്രസ്സിംഗ് റൂം, ശൗചാലയം, യാർഡ് ലൈറ്റിംഗ് എന്നിവയും ജീവൻ രക്ഷാ ഉപകരണങ്ങളായ ലൈഫ് ജാക്കറ്റ്, ലൈഫ് ബോയ് എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിലിൻ്റെ നിർദ്ദേശം അനുസരിച്ചുള്ള തുടർ പ്രവർത്തനങ്ങളാണ് ഇതിൽ നമ്മൾ നടത്തി വരുന്നത്. പരിശീലകനെയും നമ്മൾ വെച്ചിട്ടുണ്ട്.
രാവിലെ 6 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണിക്ക് തുടങ്ങി നിശ്ചിത മണിക്കൂറും, പിന്നെ ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് തുടങ്ങി 8 മണി വരെയുള്ള സമയങ്ങൾ കൊടുത്തിട്ടുണ്ട്. പരിശീലനം കൊടുക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. 2024 മാർച്ച് 10-നാണ് അത് ഉദ്ഘാടനം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള CHSയും സാമൂഹിക ആരോഗ്യ കേന്ദ്രവും ഫാമിലി ഹെൽത്ത് സെൻ്റർ FHCയും 2 ഹോസ്പിറ്റലാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കീഴിലുള്ളത്. ഒരു നേട്ടമെന്ന് പറയുന്ന വെച്ചാൽ നേട്ടമെന്നല്ല, ഒരു ഇടപെടലിൻ്റെ ഒരു ഇതിന് അംഗീകാരം എന്ന രീതിയിലേക്ക് 2021-22 ഒരു ഭരണസമിതിക്ക് കീഴിൽ 2 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ഒരേ സമയത്ത് സംസ്ഥാന കായകൽപ്പം അവാർഡ് കിട്ടുക എന്നുള്ളൊരു അഭിമാനത്തോടു കൂടിയാണ് നമ്മൾ ഈ ഭരണസമിതി മുന്നോട്ട് പോയത്. CHSCക്കും സംസ്ഥാന കായകൽപ്പ അവാർഡും റിയാഡ് പ്രവർത്തിക്കുന്ന FHCക്കും കായകൽപ്പം ജില്ലാ തലത്തിലാണ് FHCക്ക് അവാർഡ് കൊടുക്കുക. ജില്ലാ തലത്തിലും സംസ്ഥാന അവാർഡ് നേടിയെടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ആശുപത്രിയുടെ പരിപാലനം, ശുചിത്വ പരിപാലനം, പിന്തുണ, സേവനം, മാലിന്യ സംസ്കരണം, അണുബാധ നിയന്ത്രണം, പരിസ്ഥിതി സൗഹാർദ്ദം, സമൂഹത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്നീ ഘടകങ്ങളാണ് ഇതിന് ഊന്നൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ സംസ്ഥാന ആർദ്ര മിഷൻ്റെ ഇത്തരം ഹോസ്പിറ്റലുകൾക്ക് അവാർഡുകൾ കൊടുക്കുന്നത്. അപ്പോൾ SI മേഖലയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെരിഞ്ഞനം പഞ്ചായത്തിൽ നിന്ന് തുടങ്ങി എറിയാട് പഞ്ചായത്ത് കടലിലേക്ക് ഒഴുകി പോകുന്ന പെരുന്തോട് വലിയ തോട് പദ്ധതിയിൽ കുറുകെ ഒരു വലിയ പാലം നമ്മൾ 35 ലക്ഷം രൂപയോളം ചെലവഴിച്ചുകൊണ്ട് വലിയൊരു പാലം നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. 2 എസ്എംപുരം ഗ്രാമപഞ്ചായത്തിലും മതിലം ഗ്രാമപഞ്ചായത്തിലും വാട്ടർ കിയോസ്കർ നമ്മൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ സോളാർ ലൈറ്റുകളാണ്. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി ജനവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് സോളാർ ലൈറ്റുകൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. സെക്കൻഡറി പാലിയേറ്റീവിന് ഏകദേശം ഈ 4 വർഷക്കാലത്തിനിടയ്ക്ക് 48 ലക്ഷം രൂപയോളം നമ്മൾക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. ഇതിനെല്ലാം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ ശ്രദ്ധയോടുകൂടി പദ്ധതി ഫണ്ട് ചെലവഴിക്കുന്നതാണ്. പിന്നെ നമ്മുടെ CFC ഗ്രാൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തോടുകൾ സൈഡ് കെട്ടുക, കുളങ്ങൾ സൈഡ് കെട്ടുക, ഒട്ടനവധി കുളങ്ങളും തോടുകളും സൈഡ് കാനകളും നമ്മൾ നിർമ്മിച്ചു കൊടുക്കാറുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തരിശ് കിടക്കുന്ന നമ്മുടെ പ്രദേശത്ത് വാർഡുകളിൽ ഒരു 300ഓളം യൂണിറ്റുകൾക്ക് തന്നെ തരിശായി കിടക്കുന്ന പ്രദേശത്ത് കൃഷി ചെയ്യാനാവശ്യമായ തൈകളും വളങ്ങളും സബ്സിഡി പ്രൊജക്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ കൃഷിക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് മാലിന്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിൽ കൊടുത്തിട്ടുള്ള ബെയിലിംഗ് മെഷീൻ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു. അവർക്ക് മാലിന്യ സംസ്കരണ കേന്ദ്രമുണ്ട്. എസ്എംപുരം ഗ്രാമപഞ്ചായത്തിന് നമ്മൾ ഷെഡ് പണിയുന്നതിന് വേണ്ടി ഫണ്ട് വെച്ചിട്ടുണ്ട്. സ്കൂളുകൾക്ക് ബയോഗ്യാസ് പിന്നെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 7 സ്കൂളുകൾക്ക് നമ്മൾ നിർമ്മിച്ചു കൊടുത്തു. അതിനേക്കാൾ പ്രാധാന്യമെന്ന് പറയുന്നത് നമ്മൾ ലൈഫ് മേഖലയ്ക്ക് 4 മിഷൻ ഗവൺമെൻറ്റിൻ്റെ 4 മിഷൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊജക്റ്റാണ് ലൈഫുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ആ ലൈഫിന് നമ്മൾ ഏകദേശം ഈ 4 വർഷക്കാലം 17 കോടി രൂപയോളം നമ്മൾക്ക് നീക്കി വയ്ക്കാൻ സാധിച്ചു. ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു അഗ്രോ സർവീസ് സെൻറ്റർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുണ്ട്. ഏകദേശം ഒരു 15 പേർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു. 2025 ഡിസംബറോടുകൂടി പിരിഞ്ഞു പോകാൻ കഴിയുന്ന സമയത്ത് വളരെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടി തന്നെയാണ് ഈ ഭരണസമിതിക്ക് പോകാൻ കഴിയും എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇത് നമ്മുടെ ഈ 4 വർഷം കഴിയുന്ന സമയത്ത് ഞങ്ങൾ അധികാരമേറ്റിയ ജനങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒപ്പം പദ്ധതികൾ ചെയ്യാനും സമയബന്ധിതമായിട്ടത് പൂർത്തീകരിക്കാനും കഴിയുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും സെക്രട്ടറി ശ്രീ മധുരാജ് ആണ് നമ്മുടെ ബ്ലോക്കിലെ സെക്രട്ടറി. ഈ ഭരണസമിതിയോട് ചേർന്ന് നിന്നുകൊണ്ട് സെക്രട്ടറി കീഴിലുള്ള ജീവനക്കാരും നന്നായി പോകുന്നതാണ്. ഭരണസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ നല്ല രീതിയിൽ നടപ്പിലാക്കുന്ന രീതിയിൽ സെക്രട്ടറിയും ജീവനക്കാരും ഓരോ ജീവനക്കാരും അത് എണ്ണി ഇന്ന ആൾ എന്ന് നമ്മൾ പറയുന്നില്ല, നന്നായി ഇടപെടുന്നതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇങ്ങനെ മതിലം ബ്ലോക്ക് പഞ്ചായത്തിന് ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ കഴിഞ്ഞ് വന്നിട്ടുള്ളത്. ഇതിൽ സൗഹാർദ്ദപരമായ ഒരു അന്തരീക്ഷത്തോടു കൂടിയാണ് ബ്ലോക്ക് ഭരണസമിതിയും ജീവനക്കാരും പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു മികച്ച
പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളൊരു ആത്മസംതൃപ്തി കൂടി ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു.